മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല രോഗങ്ങളെയും മാറ്റുവാനും യേശു തന്റെ എത്ര ശിഷ്യന്മാർക്കാണ് അധികാരം നൽകിയത്? 12 ശിഷ്യന്മാർക്ക്. 2. 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ ആര്? പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശീമോൻ. 3. 12 ശിഷ്യന്മാരുടെ പേരുകൾ ആരെല്ലാമാണ്? ശീമോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, സെബദിയുടെ മകൻ, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, മത്തായി, യാക്കോബ്, അൽഫായുടെ മകൻ, തദ്ദായി, കനാന്യനായ ശീമോൻ, ഈസ്കരിയോത്ത യൂദ. 4. യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ ആര്? ഈസ്കരിയോത്ത യൂദ. 5. ശിഷ്യന്മാരെ അയക്കുമ്പോൾ ജാതികളുടെ അടുത്തോ ശമര്യരുടെ പട്ടണത്തിലോ പോകരുത് എന്ന് വിലക്കിയ യേശു അവരോട് എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക്. 6. യാത്രയിൽ എന്തു പ്രസംഗിക്കാനാണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 7. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? രോഗികളെ സൗഖ്യമാക്കുന്നതിനെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച്. 8. ശിഷ്യന്മാർ തങ്ങളുടെ മടിശീലയിൽ എന്തൊന്നും കരുതരുത് എന്നാണ് യേശു പറഞ്ഞത്? പൊന്ന്, വെള്ളി, ചെമ്പ് എന്നിവ. 9. യാത്രയ്ക്കായി സഞ്ചിയോ 2 വസ്ത്രമോ ചെരുപ്പോ വടിയോ കരുതരുത് എന്ന് പറഞ്ഞതിന്റെ കാരണമെന്ത്? വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാകയാൽ. 10. ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ ആരെയാണ് അന്വേഷിക്കേണ്ടത്? അവിടെ യോഗ്യനായവൻ ആരെന്ന്. 11. ഒരു വീട്ടിൽ കടക്കുമ്പോൾ അതിന് എന്ത് ആശംസിക്കണം? സമാധാനം. 12. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ എന്തു ചെയ്യണം? നിങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞു കളയണം. 13. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സഹിക്കാവുന്നത് ഏതു ദേശത്തിനായിരിക്കും? സോദോം, ഗൊമോറ ദേശങ്ങൾക്ക്. 14. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ അയക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് പറഞ്ഞ യേശു ശിഷ്യന്മാരോട് എങ്ങനെയിരിക്കാനാണ് ആവശ്യപ്പെട്ടത്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും. 15. നിങ്ങളെ അധികാരികളുടെയും രാജാക്കന്മാരുടെയും മുൻപിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ലാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. 16. എന്റെ നാമനിമിത്തം നിങ്ങൾ എല്ലാവരാലും എന്തു ചെയ്യപ്പെടും? വെറുക്കപ്പെടും. 17. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ആരായിരിക്കും? രക്ഷിക്കപ്പെടുന്നവൻ. 18. ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യണം? മറ്റൊന്നിലേക്ക് ഓടിപ്പോകണം. 19. ശിഷ്യൻ ഗുരുവിനേക്കാളും ദാസൻ യജമാനനേക്കാളും എങ്ങനെയുള്ളവനല്ല, വലിയവനല്ല. 20. വീട്ടുയജമാനനെ ബേത്സെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്ര അധികം വിളിക്കും? അതിലധികം. 21. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല, രഹസ്യമായതൊന്നും എന്തു ചെയ്യപ്പെടില്ല, അറിയപ്പെടാതിരിക്കില്ല. 22. ഇരുട്ടിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എവിടെ പ്രസ്താവിക്കണം? വെളിച്ചത്തിൽ. 23. ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവരെ എന്തു ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. 24. ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്ന ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ. 25. ഒരു പൈസയ്ക്ക് വിൽക്കുന്ന 2 കുരുവികളിൽ ഒന്നുപോലും ആരുടെ അറിവില്ലാതെ നിലത്തു വീഴില്ല, പിതാവിന്റെ. 26. നിങ്ങളുടെ തലയിലെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു, മുടി. 27. മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ യേശു ആരുടെ മുൻപിൽ ഏറ്റുപറയും? സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ. 28. ഭൂമിയിൽ സമാധാനമല്ല, പിന്നെയോ എന്തു വരുത്താനാണ് ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞു? വാൾ. 29. യേശുവിനേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ യേശുവിന് എങ്ങനെയുള്ളവനല്ല, യോഗ്യനല്ല. 30. സ്വന്തം എന്തെടുത്ത് അനുഗമിക്കാത്തവനാണ് യേശുവിന് യോഗ്യനല്ലാത്തത്, ക്രൂശ്. 31. സ്വന്തം ജീവനെ കണ്ടെത്തുന്നവൻ അത് എന്തു ചെയ്യും? നഷ്ടപ്പെടുത്തും. 32. ശിഷ്യനെ സ്വീകരിക്കുന്നവൻ ആരെയാണ് സ്വീകരിക്കുന്നത്? യേശുവിനെ. 33. പ്രവാചകനെ പ്രവാചകൻ എന്ന് കരുതി സ്വീകരിക്കുന്നവന് എന്തു പ്രതിഫലം ലഭിക്കും? പ്രവാചകന്റെ പ്രതിഫലം. 34. ശിഷ്യൻ എന്ന് കരുതി ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം എന്തു കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടമാകില്ല, തണ്ണീർ. 35. മത്തായി 10-ാം അധ്യായം പ്രധാനമായും എന്തിനെക്കുറിച്ചാണ്? ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയക്കുന്നതിനെക്കുറിച്ച്.